നമ്മളെ കറാമത്തല്ല കേട്ടോ, നമുക്കൊരു കറാമത്തുമില്ല. സ്വലാത്തിന്റെ മോനെ പോയി, ഗൾഫിൽ പോയി, ജോലി ശരിയായി, വിചാരത്തിനേക്കാൾ ശമ്പളം കിട്ടി, ആദ്യം കിട്ടിയ സമ്പത്തിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ ഉമ്മ 2-3 പ്രാവശ്യം തങ്ങൾ പാപ്പാനെ കാണാൻ വന്നിരുന്നു. അത് ആലോചിച്ച് നോക്കി. പ്രയാസത്തിലായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ എന്റെ മക്കൾക്കൊക്കെ വേണ്ടി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മുസ്തഫ കോട്ടക്കലാണ്. നൂറ ഹബീബെ ഹാമിദ് ആറ്റക്കോയത്തങ്ങളെക്കുറിച്ച് ഈയിടെയായി ഒരുപാട് വിവാദങ്ങളാണ് കത്തിപ്പൊന്തുന്നത്. പക്ഷേ തികച്ചും അതിൻ്റെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ കുറച്ച് പേര്, ഞാൻ നേരിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന കുറച്ച് പേര്, ഏതാനും ചില പേര് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് പറയാനുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ഹാമിദ് നൂറ ഹബീബെ ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ എന്താണ് യഥാർത്ഥ രീതികൾ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവ രീതികൾ എന്താണ് അദ്ദേഹത്തിൽ നിന്നും ചിലർക്ക് കിട്ടിപ്പോകുന്നത് എന്താണ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്താണെന്നെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളോട് ചില കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇവർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ കേട്ട് തന്നെ പോകണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിമനോഹരമായ ഒരു മോതിരാട്ടോ, നല്ല തൂക്കമുണ്ട് അല്ലേ? ഇപ്പോഴൊക്കെ മോതിരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഹൈറാണ്. എത്തിമക്കൾക്ക് ഇതാർക്കുള്ള എത്തിമക്കൾക്കും പാവങ്ങൾക്കും അല്ലേ? നിങ്ങൾ തങ്ങൾ പാപ്പായിട്ട് വന്നീതാ? എന്തിനാ വന്നേ? ഭയങ്കര വിഷമമാണോ? അങ്ങനെ തങ്ങൾപ്പാനെ കുറിച്ച് അറിഞ്ഞു ഇവിടെ വന്നു. അപ്പൊ തങ്ങൾക്ക് എന്താ ശരിയായോ? നല്ല ജോലി, നല്ല ശമ്പളമൊക്കെ കിട്ടി, സന്തോഷാണ്. വിഷമങ്ങളൊന്നും ഇപ്പല്ല. അള്ളാഹു പൊന്നുമണിക്ക് ഇപ്പൊ നല്ല ശമ്പളമുണ്ട്. 6 വർഷമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, ജോലിയില്ല, ഇന്റർവ്യൂവിന് പോയാലും പാസ്സാവും, ജോലി കിട്ടൂല. അങ്ങനെയാണ് സ്വലാത്തുൽ ഫാത്തിഹയെ കുറിച്ച് തങ്ങളെടുത്ത് വന്നത്. നമ്മളെ കറാമത്തല്ല കേട്ടോ, നമുക്കൊരു കറാമത്തുമില്ല. സ്വലാത്തിന്റെ അൽഹംദുലില്ലാ മോനെ പോയി, ഗൾഫിൽ പോയി, ജോലി ശരിയായി, വിചാരത്തിനേക്കാൾ ശമ്പളം കിട്ടി, ആദ്യം കിട്ടിയ സമ്പത്തിന് മോതിലാണ് എത്തിയ മക്കൾക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നാളെ ആഖിറത്തൊക്കെ ഉപകാരപ്പെടുന്ന അമ്മയെ അള്ളാഹു സ്വീകരിക്കട്ടെ. നൽകട്ടെ. പോലെ ഒരാളാണ് പരപ്പനങ്ങാടി. അപ്പൊ എന്താ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആകെ കല്യാണം ശരിയാവുന്നില്ല. നമ്മളൊക്കെ കാലത്ത് നമുക്ക് പെണ്ണുങ്ങളെ പറ്റായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ്. 1 വർഷമായി കല്യാണം അന്വേഷിച്ച് നടക്കുന്നു. മകന് കല്യാണം ശരിയായില്ല. തങ്ങൾ പാപ്പാടെ അടുത്ത് വന്നു. ഒരു വാക്കാണ് തങ്ങൾ പാപ്പ, അത് കല്യാണമൊക്കെ പെട്ടെന്ന് ശരിയാവും എന്നൊരൊറ്റ വാക്കാണ്. അൽഹംദുലില്ലാ 21 ദിവസമായിട്ടുള്ള ഇവിടെ വന്നു പോയിട്ട് ഇപ്പൊ കല്യാണം ശരിയായി. ആ സന്തോഷ വാർത്ത തങ്ങളെ അറിയിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളതും. ഇതും തങ്ങളുടെ ഒരു വാക്കാണ്. ഇങ്ങനെ 100 വാക്കുകളാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുഷിപ്പിയുടെ കുഞ്ഞുഷിപ്പിയാണ്. ഏതായാലും അൽഹംദുലില്ലാ ഞാൻ കല്യാണം റാഹത്തായി നടന്ന് സന്തോഷമായി സുഖജീവിതം അല്ലാഹു നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പക്ഷെ തങ്ങളൊരൊറ്റ വാക്ക്, തങ്ങളുടെ വാക്ക് ചില്ലറയല്ല. ആരൊക്കെ എന്തൊക്കെ യൂട്യൂബിലൂടെ പറഞ്ഞാലും കാണുന്നതും കേൾക്കുന്നതും അള്ളാഹുവാണ്. പാവങ്ങൾക്ക് അന്താണിയായി എത്തി മക്കളെ സ്വന്തം വാപ്പയെപ്പോലെ താലോലിച്ച് വളർത്തുന്ന എത്രയോ അനാഥകളെ സഹായിക്കുന്ന തങ്ങൾ പാപ്പ. എത്തി മക്കൾ വന്നാൽ സ്വന്തം ഉപ്പയെപ്പോലെ അവർക്ക് സ്നേഹം കൊടുക്കുന്ന, വസ്ത്രം കൊടുക്കുന്ന, അതാ ബാഗ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ റബ്ബ് കാണാണ്. അതുകൊണ്ടാണ് അള്ളാഹു തങ്ങളുടെ നാവിനെ ഉയർത്തുന്നതും ആ നാവിനുള്ള ഫലവും. അള്ളാഹു അത് എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. ഇങ്ങനെ 100 ചരിത്ര കൊടുക്കാറൊന്നും പറയേണ്ട ഇന്നത്തെ അത്ഭുതങ്ങൾ ഒരുപാട് ഫദ്ലുകളാണ്. അപ്പൊ അള്ളാഹു നിങ്ങൾ ഈ ഇരിക്കുന്ന, ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഈ താത്താന്റെ മാന് കല്യാണം ശരിയായിട്ട് ഇവിടെ ഫദ്ല് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഫദ്ല് പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു തങ്ങൾ പാപ്പാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കൂട്ടമായിട്ട് നമുക്ക് തക്ബീർ ചൊല്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സലാത്തുൽ ഫാത്തിഹയുടെ ഫദ്ലാണ്. സാധാരണ സലാത്തല്ലത്. സാധാരണ സലാത്തിന് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് നീണ്ട സലാത്താണ്, വളരെ മഹത്വമുള്ള സലാത്താണ്. അങ്ങനെ ഈ ഉമ്മ ഒരുപാട് വിഷമായിട്ട്, അഥവാ രോഗം, അസുഖമായിട്ട് തീരെ ഉറക്കൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടി ഉണ്ടായിരുന്ന സമയത്ത്
തങ്ങളുപ്പാനടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറപ്പൊന്നും തീരില്ല എന്നുള്ള വിഷമം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അതൊന്നും വിശേഷണ ഒരു കുഴപ്പമുണ്ടാവില്ല, അതൊന്നും ഇനി ഉണ്ടാവില്ല, റാഹത്താവും എന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ എല്ലാം ഉറങ്ങുന്നുണ്ട്, റാഹത്താണ്. 1 വർഷമായി തങ്ങളെ കണ്ടിട്ട്, പക്ഷേ വരാത്ത സാഹചര്യം ആങ്ങളുടെ മരിപ്പ് കാരണം ഫതിൽ വന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ അവരിപ്പോൾ ഫതിൽ പറയാനായിട്ട് മാത്രം വന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഫതിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് പറയണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി അവർക്ക് അങ്ങനത്തെ രോഗം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. നല്ല ഉറക്കും നല്ല സമാധാനം നല്ല സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകുമാറാവട്ടെ. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നമുക്കും ഇതുപോലെ ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങളായി വന്നവർ അവർക്കും ഫതിൽ പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. തങ്ങളിപ്പോൾ ചെയ്യുന്നതിലും പറയുന്നതിലും കൊടുക്കുന്നതിലും ഓതുന്ന എല്ലാറ്റിലും അള്ളാഹു പുണ്യം നൽകുമാറാവട്ടെ. അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അതാണ് അവിടുത്തെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഫതില്. നാവിന്റെ അസറാണ്, ഇനി ഒന്നും ഉണ്ടാവില്ല. ഉമ്മ സന്തോഷത്തോടുകൂടെ ഫതില് പറയാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു ഹൈറാക്കട്ടെ. എല്ലാവരും കൂട്ടമായിട്ടൊരു തക്ബീർ ചൊല്ലിക്കാണ് അവരുടെ സന്തോഷത്തിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കി കൊടുത്തതുപോലെ ഞങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കി തരട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റൊരുത്തന്റെ കാലി പിടിച്ച് പോകേണ്ട ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ വരുത്തല്ല തമ്പുരാനെ. എല്ലാം ഇതുകൊണ്ട് നീ റാഹത്താക്കി തരണേ അല്ലാഹ്. സലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസിൽ 2 നേരം ഇരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ പുതിയ വീഡിയോയുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.